യൂത്ത് കോൺഗ്രസ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന നേതാക്കൾ ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടം, അബിൻ വർക്കി, പിന്നീട് കണ്ണൂരിലുള്ള ഒരു നേതാവുണ്ട്, പശുവിനെ അറുത്തൊരു നേതാവ്. അത്തരക്കാരെല്ലാം നമ്മുടെ മനസ്സിൽ വരുന്നത്. പക്ഷേ യൂത്ത് കോൺഗ്രസിന്റെ പുതിയ പ്രസിഡന്റ് ആർക്കും അറിയില്ല, ആരാണോ എന്തോ. അതിനിടയിലാണ് അബിൻ വർക്കി തൻ്റെ നീരസം പ്രകടിപ്പിച്ചു. ഇപ്പോൾ BJP-യുടെ ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി അദ്ദേഹത്തെ BJP-യിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. കേന്ദ്രമന്ത്രി വരെ ആകാനുള്ള കഴിവുള്ള വ്യക്തിയാണ് അബിൻ വർക്കി എന്നാണ് അനൂപ് ആന്റണി പറയുന്നത്. വലിയ ഓഫറുകളാണല്ലോ അനൂപ് ആന്റണി അബിൻ വർക്കിക്ക് മുന്നിൽ വച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഏതൊരു കോൺഗ്രസ് നേതാവിനെയും ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് ഇത് വന്നിരിക്കുന്നത്. കോൺഗ്രസ്സുകാരെ മാത്രമല്ല, സാമാന്യ ജനങ്ങളെയും, അരിയാഹാരം കഴിക്കുന്ന ജനങ്ങളെയെല്ലാം ഞെട്ടിക്കുന്ന ഒരു വർത്തമാനം വന്നിരിക്കുന്നത്. ഇവൻ ഹരിതാ ബാബു, കായംകുളത്തെ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, ഹരിതാ ബാബു എന്ന് തന്നെയല്ലേ എൻ്റെ പേര്, ഹരിതാ ബാബുവിനെ, അതോ ഹരിതാ പ്രതാപോ, എനിക്ക് ഹരിതാ ബാബുവിനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ഒരു മാന്യതയുണ്ടായിരുന്നു. കാരണം അവർ വളരെ ദാരിദ്ര്യാവസ്ഥയിൽ കഴിയുന്ന, ദാരിദ്ര്യം എന്ന് പറയുന്നില്ല, പാൽക്കാരിയായിട്ട് കഴിഞ്ഞുകൂടുന്ന ദ മിൽക്ക് വുമൺ എന്ന് പറയാവുന്ന ഒരു സ്ത്രീയാണ്. പശുക്കളെ കറന്ന് ആ പാല് കൊണ്ടുപോയിട്ട് കച്ചവടം നടത്തുക. ഈ വന്ന കാലത്തും ഇങ്ങനെ ആഡംബരവും പകിട്ടും പട്ടുസാരിയുമായിട്ട് നടക്കുന്ന ഒരാളല്ല. കഷ്ടമുണ്ട്. രാഹുൽ ഗാന്ധി അവിടെ പോയി അവരെ കണ്ടു. നല്ലൊരു കാര്യമാണ്, നല്ലൊരു ഗസ്റ്റർ ആയിരുന്നു. കായംകുളത്തെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് തോറ്റു. അവരെ കൊണ്ടുവന്നിരുന്നെങ്കിൽ പോലും ഈ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ടാക്കിയ സ്ത്രീജനങ്ങൾക്കിടയിലുള്ള ഒരു പക്ഷേ വിദ്വേഷത്തിന് ഒരു തടയിണയായിട്ടെങ്കിലും അത് പ്രവർത്തിച്ചേനെ. അതിന് പകരം നേരെ ഇവർ പോയിട്ട് നമ്മൾ ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല, എൻ്റെ അറിവ് കുറവുകൊണ്ടായിരിക്കും ജനേഷ് എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ മാധ്യമങ്ങളിൽ അധികം വന്നിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ പറയും. എന്ത് ദയനീയമാണ്, എന്ത് ഗതികേടാണ് കോൺഗ്രസ്സിന്. മാധ്യമങ്ങളിൽ അറിയപ്പെടുന്ന ആൾക്കാരവിടെ ഉള്ളപ്പോൾ ഇങ്ങനെ ഒരാളിനെ കൊണ്ടുവരിക എന്ന് പറഞ്ഞ് എല്ലാ വശങ്ങളും ഇനി ഏതാണോ ഈ വശങ്ങളെല്ലാം പരിശോധിച്ചത്? വലതുവശവും ഇടതുവശവും പുറകുവശവും മൂന്നുവശവും ഒക്കെ പരിശോധിക്കലാണ്. ഇത് അനാട്ടമിയോ? എനിക്ക് മനസ്സിലാവുന്നില്ല. സത്യം പറയുക, എനിക്ക് അവരുടെ അത്രയും രാഷ്ട്രീയ അറിവില്ലാത്തതുകൊണ്ട് പറയാം, വെറും വിദ്യാർത്ഥിയായതുകൊണ്ട് പറയാം. എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ട് നിങ്ങൾ പറയുന്ന ഏത് വശമാണ് പരിശോധിച്ചതെന്ന് എവിടെങ്കിലും മുൻതൂക്കം ഉണ്ടോ? മനസ്സിലാവുന്നില്ല ഇത് കേട്ടോ. കഷ്ടമുണ്ട് ഇങ്ങനെയൊക്കെ. നിങ്ങൾ ഈ സുതാര്യമായിട്ട് പറയൂ, അതാര്യമായിട്ട് പറയാതിരിക്കൂ ദയവീത്. നിങ്ങൾ പറയൂ, ജനേഷിൻ്റെ ഏത് വശത്തിനാണ് നിങ്ങൾ മുൻഗണന നൽകി, ഏത് വശമാണ് അദ്ദേഹത്തിന് ഭദ്രമായിട്ടുള്ളത് എന്നൊന്ന് ഞങ്ങളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കൂ. ഞങ്ങൾ പാമരന്മാർ, നിങ്ങൾ അങ്ങേറ്റത്തെ പണ്ഡിതന്മാരല്ലേ, രാഹുൽ ഗാന്ധിയുടെ ശിഷ്യന്മാർ. അറിയാഞ്ഞിട്ട് ചോദിക്കുക, എല്ലാ വശങ്ങളും നോക്കിയിട്ട്. ഈ സമരത്തിന് മുന്നിൽ നിന്ന് അടിവാങ്ങുന്നതും പ്രവർത്തകരെ രക്ഷപ്പെടുത്തുന്നതും ചാനൽ ചർച്ചയിൽ ഗംഭീരമായി സംസാരിക്കുന്ന ഒരു നേതാവായിരുന്നു അബിൻ വർക്കി. അദ്ദേഹത്തിന് എവിടെയാണ് കുറവെന്നും മനസ്സിലാകുന്നില്ല. കഷ്ടമുണ്ട്. അതായത് ഞാൻ കോൺഗ്രസ്സുകാരനല്ല, വ്യക്തിപരമായിട്ട് അയാളുടെ ആളുമല്ല. പക്ഷേ അബിൻ വർക്കി എന്ന് പറയുന്നത് ശോഭിക്കാൻ കഴിയുമായിരുന്ന ഒരു നേതാവ്. ശോഭയില്ലാത്ത ആൾക്കാർ വന്നിട്ട് എന്താ കാര്യം കണ്ടില്ലേ? KPCC പ്രസിഡന്റ് എന്ന് പറയുന്ന നിർഗുണബ്രഹ്മം. ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അദ്ദേഹമാണ്. കേരളത്തിൽ കോൺഗ്രസ് തോൽക്കുകയാണെങ്കിൽ അതിൻ്റെ മുഖ്യ ഉത്തരവാദി ഈ KPCC പ്രസിഡന്റും VD സതീശനും തന്നെയാണ്. ഓരോരുത്തരുടെ ഈഗോ അനുസരിച്ച് നേതാക്കളെ വെക്കാനുള്ളതല്ല. അത് KC വേണുഗോപാലിൻ്റെ ആയാലും ശരി, VD സതീശൻ്റെ ആയാലും. KPCC പ്രസിഡന്റ് ഉണ്ടോ എന്ന് തന്നെ അറിയില്ല. ആ സുധാകരൻ ഉണ്ടായിരുന്ന സമയത്ത് 2 പ്രസ്താവനയെങ്കിലും നടത്തുമായിരുന്നു. പ്രസ്താവനയെങ്കിലും നടത്തി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുമായിരുന്നു. സത്യം. കേന്ദ്രത്തിലൊരു ശക്തനായിട്ടുള്ള നേതാവില്ല. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആളിങ്ങനെ കാടാറ് മാസവും നാടാറ് മാസവുമായിട്ട് നടക്കുന്ന ഒരു കൗബോയി ആയിട്ട് മാറിയത് കൊണ്ടും വളരെ ദുരന്തമാണ് കോൺഗ്രസിനുണ്ടാകുന്നത്. കഷ്ടം തോന്നുന്നു, സഹതാപം തോന്നുന്നു. ഈ കോൺഗ്രസ് മുക്ത ഭാരതത്തിലേക്ക് വളരെ വേഗം രാഹുൽ ഗാന്ധി തന്നെ കോൺഗ്രസിനെ നയിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയെ നയിച്ചുകൊണ്ട് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് ഈ പോക്കൊക്കെ കണ്ടിട്ട്. ഇനി ഞാനൊരു കാര്യം കൂടെ പറയാം. ഈ അനൂപ് ആന്റണിയെ അത്രമാത്രം ഭേദിപ്പിച്ചു. കൂറുള്ള കോൺഗ്രസ്സുകാരനായിരുന്നു 100%. അബിൻ വർക്കി എന്ന് പറയുന്ന ആൾ. ഈ അബിൻ വർക്കി എന്തുകൊണ്ട് ആ സ്ഥാനം പ്രതീക്ഷിച്ചിരുന്ന ആളാണ്. പ്രതീക്ഷിച്ചിരുന്ന സ്ഥാനം കൊടുത്തില്ലെങ്കിലും വേണ്ട, എന്തിനാ ആക്ഷേപിച്ചത്? അപ്രസക്തനായിട്ടുള്ള ജനേഷ് എന്ന് പറയുന്ന ആളിനെ അവിടേക്ക് കൊണ്ടുവന്നത് അദ്ദേഹത്തിൻ്റെ ചെകിട്ടത്തിട്ടൊരു അടി കൊടുക്കുന്ന പോലെ ആക്ഷേപിക്കലാണ്, ഇൻസൾട്ടാണ്. KC വേണുഗോപാലാണ് ഇതിൻ്റെ പിന്നിലെന്ന് പറയുന്നു. നമുക്കത് ശരിക്ക് 100% അറിയില്ലെങ്കിലും സാഹചര്യ തെളിവ് വെച്ചത് ശരിയാണ്. എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ KC വേണുഗോപാൽ പണ്ട് കരുണാകരൻ എന്തു പറയുന്നു അതാണ് ഹൈക്കമാൻഡ് കേട്ടിരുന്നത്. പിൽക്കാലത്ത് AK ആൻ്റണി എന്തു പറഞ്ഞിരുന്നു അതാണ് കേട്ടിരുന്നത്. ഇപ്പോൾ KC വേണുഗോപാൽ എന്തു പറയുന്നു അതാണ് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക്. അതിനപ്പുറം ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഊഹിക്കാം ജനേഷിൻ്റെ പേര് വന്നിട്ടുള്ളത് KC വേണുഗോപാലിൽ നിന്നാണ്. ഇത് അദ്ദേഹം ചെയ്തിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നത്,
ഇപ്പോൾ KPCC പ്രസിഡൻ്റായിട്ടിരിക്കുന്നത് ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട റോമൻ കത്തോലിക്ക സമുദായത്തിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് വീണ്ടും ഒരു ക്രിസ്ത്യൻ അബിൻ വർക്കി, അദ്ദേഹത്തിൻ്റെ ജാതിയും മതമൊന്നും ഞാൻ നോക്കാറില്ല, ഞാൻ RSSകാരനായതുകൊണ്ട് ഞാനങ്ങനെ നോക്കാറില്ല. ഇവിടെ അദ്ദേഹത്തിൻ്റെ സഭയും ചിലപ്പോൾ റോമൻ കത്തോലിക്ക ആയിരിക്കാം. അപ്പോൾ ഒരു ഇംബാലൻസ് വരണ്ടെന്ന് വിചാരിച്ച് ചെയ്ത പരിപാടിയാണ്. അപ്പോൾ കുഴപ്പം എവിടാ സംഭവിച്ചത്? KPCC പ്രസിഡൻറ്റിനെ സെലക്ട് ചെയ്തത്. അന്നേ ഒരു ദീർഘവീക്ഷണത്തോടു കൂടി കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നെങ്കിൽ പ്രശ്നം വരുമായിരുന്നു. പക്ഷേ അവർക്ക് അവിടെ പറ്റിയതെന്തെന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കേസ് വരുന്നത് അത് പിന്നീട്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെ എടുത്തു? സണ്ണി ജോസഫിനെ എടുത്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ പെണ്ണ് കേസിൽപ്പെട്ടു, പോയി രാജിയും വെച്ചു. അപ്പോൾ പിന്നെ അബിൻ വർക്കി എടുക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ജാതിയും മതവും നോക്കുന്നത് നിങ്ങളല്ലേ, വർഗീയത നടപ്പാക്കുന്നത് നിങ്ങളല്ലേ, RSS അല്ല. നിങ്ങളാണ് കോൺഗ്രസ്, നിങ്ങളാണ് വർഗീയത വളർത്തുന്നും പറഞ്ഞല്ലേ നിങ്ങളുടെ കർണാടകത്തിലെ ഗവൺമെൻറ് RSSനെ അവിടെ അപ്പാടെ നിരോധിച്ചത്. മല്ലികാർജുൻ ഖാർഗെയുടെ മകനായിട്ടുള്ള പ്രിയങ്ക് ഖാർഗെ, നോക്കൂ, പ്രിയ പേരിൻ്റെ കുടുംബത്തിൽ നിന്ന് മോഷ്ടിച്ചെടുക്കുകയാണ് പേര്. നെഹ്റു കുടുംബത്തിൽ നിന്ന്, നെഹ്റു കുടുംബം ഗാന്ധി കുടുംബത്തിൽ നിന്ന് പേര് മോഷ്ടിച്ചെടുത്തു. ഇദ്ദേഹം നെഹ്റു കുടുംബത്തിൽ നിന്നും മോഷ്ടിച്ചെടുക്കുന്നു. ആര്? മല്ലികാർജുൻ ഖാർഗെ. എന്തൊരു ആദരവ്! ശബരിമല അയ്യപ്പനെയും ശാസ്താവിനെയും സർവ്വ ദൈവങ്ങളെക്കാളും വലിയ ആദരവാണേ. അതുകൊണ്ടാണ് ഈ പേരൊക്കെ. നമ്മൾ കൃഷ്ണ എന്നൊക്കെ പേരിട്ടില്ലേ, കൃഷ്ണനോടുള്ള ബഹുമാന ഭക്തിയും കൊണ്ട്. അതുപോലെ ഇട്ട പേരാണ് പ്രിയങ്ക്. RSSനെ നിരോധിച്ചേ പറ്റും, കാരണം അവർ വർഗീയത വളർത്തുന്നു. ഇവിടെ നിങ്ങളുടെ പാർട്ടി തന്നെയല്ലേ വർഗീയത വളർത്തുന്ന കഴിവുറ്റ അബിൻ വർക്കി എന്ന് പറയുന്നവനെ ബലിയാടാക്കിയത് RSSകാരാ. നാണമില്ലേ കോൺഗ്രസ് നിങ്ങൾക്ക്? നിങ്ങൾ ആ വർഗീയത നിരോധിക്കാൻ, നിങ്ങൾ അവിടെ ന്യൂനപക്ഷ വർഗീയത നിങ്ങളവിടെ വളർത്തിക്കൊണ്ടിരിക്കുക. ഇന്ത്യയെ മുഴുവൻ നശിപ്പിക്കുന്ന ന്യൂനപക്ഷ വർഗീയത നിങ്ങളവിടെ വളർത്തിക്കൊണ്ടിരിക്കുക. RSS ഇന്ത്യയെ നശിപ്പിക്കില്ല, അതുറപ്പാണ്. നശിപ്പിക്കാൻ അവർക്ക് കഴിയില്ല. പക്ഷേ നിങ്ങൾ കോൺഗ്രസിൽ നിന്ന് പത്മജ വേണുഗോപാൽ, അതോടൊപ്പം തന്നെ ആന്റണിയുടെ മകൻ അടക്കമുള്ള പല പ്രമുഖരും BJP പാളയത്തിലാണ്. അത്തരത്തിലൊരു മാറ്റം സ്വാഭാവികമായും അബിൻ വർക്കിയിലും ഉണ്ടാകുമോ ഭാവിയിൽ? ചോദ്യം അല്ല, വീണ്ടും അബിൻ വർക്കി പാർട്ടി വിടാനുള്ള സാധ്യത ഉണ്ടോ? അബിൻ വർക്കി കൂറുള്ള കോൺഗ്രസ്സുകാരനാണ്, പാർട്ടി വിടത്തൊന്നും. അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹത്തിനെ ദേശീയ സെക്രട്ടറി ആയിട്ട് എടുത്തിട്ടുണ്ട്. ആ പദവി ദയവായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് എടുത്തുകൊള്ളണേ, ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുക്കണമേ എന്ന് യേശു ക്രിസ്തു പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞു. അത് വേണ്ട, ദേശീയ സെക്രട്ടറി ആയിട്ട് എന്നാ കാര്യമുള്ളതെന്ന്? എന്തെങ്കിലും ഭാവിയുണ്ടോ? ബീഹാറിൽ ഇപ്പോൾ പൊട്ടാൻ പോകുന്നു. വടക്കേ ഇന്ത്യയിൽ എവിടെങ്കിലും ഇനി കോൺഗ്രസ് രക്ഷപ്പെടുമോ? തകർന്ന് തരിപ്പണമായി കഴിഞ്ഞു. കർണാടകത്തിലായിരുന്നു അവസാനം ഉണ്ടായിരുന്നു. ഈ RSS നിരോധനം കഴിയുമ്പോഴത്തേക്ക് കോൺഗ്രസിനെ അവിടെ നിരോധിച്ച് കഴിഞ്ഞിരിക്കും. ജനങ്ങൾ നിരോധിക്കും നിങ്ങളെ, സംശയമൊന്നും വേണ്ട. ജനങ്ങൾ പൊട്ടന്മാരാ. നിങ്ങൾ ഈ നടത്തുന്ന ഈ അമിതമായ മുസ്ലിം പ്രീണനം അതല്ലേ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വൃത്തികെട്ട പരിപാടി? നേരെ ചൊവ്വേ പറയാൻ കഴിവില്ലാതെ RSSനെ നിരോധിച്ച് കാണിക്കുക. നിങ്ങൾ എന്തൊന്നാണ് വിചാരിച്ചത്? നിങ്ങളെക്കാളും ശക്തമാണ്, 100 വർഷത്തെ പാരമ്പര്യമുള്ള RSS. സംശയമൊന്നുമില്ല. അവർ നിങ്ങളോട് പ്രതികാരമൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ അടി ജനങ്ങൾ നിങ്ങൾക്ക് തരും. RSSനെ നിരോധിക്കാൻ പോകുന്നു. RSSനെ നിരോധിച്ച് ആരെങ്കിലും വിജയിച്ചു? പണ്ടിങ്ങനെ ഒരു നിരോധനം ലക്ഷ്യമിട്ട ഒരു സംസ്ഥാനം ഉണ്ടായിരുന്നു, മധ്യപ്രദേശ്. മധ്യപ്രദേശിൽ കമൽനാഥ് ഇത്തരത്തിൽ ചില നീക്കങ്ങളെല്ലാം നടത്തി. പിന്നീട് അടപടലം തകർന്നു. മധ്യപ്രദേശിൽ ഇപ്പോൾ കോൺഗ്രസ് ഇല്ല. അത്രേ ഉള്ളൂ. ഇതിപ്പോൾ ആ മധ്യപ്രദേശിലെ കോൺഗ്രസിൻ്റെ സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ കർണാടകത്തിൽ വരാൻ പോകുന്നത്. അതവർ അനുഭവിച്ചോട്ടെ. കർമ്മദോഷം അതാണിപ്പോൾ നടക്കാൻ പോകുന്നത്. അതുപോട്ടെ, നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ അബിൻ വർക്കി എന്ന് പറയുന്ന കഴിവുറ്റ ചെറുപ്പക്കാരനെ ഇപ്പോൾ ദയ തോന്നിയിട്ട് ആയിരിക്കാം BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അനൂപ് ആൻ്റണി ക്ഷണിച്ചിരിക്കുക. കാരണം ഒരു അനീതിയാണ് ആ ചെറുപ്പക്കാരനോട് കാണിച്ചിരിക്കുന്നത്. അത് ബോധ്യമുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ അഭയം തരാം. നമ്മൾ പണ്ട് ഇസ്രായേലിന് അഭയം കൊടുത്തില്ല, ഇസ്രായേൽ മക്കൾക്ക് അഭയം കൊടുത്തില്ല, ജൂതന്മാർക്ക്. എല്ലാവരും അവരെ അടിച്ചോടിപ്പിച്ച് ആരും ഒരു സൂചി കുത്താൻ സ്ഥലം പോലും കൊടുക്കാതിരുന്ന സന്ദർഭത്തിൽ അവരെ ഇരു കൈകളും നീട്ടി ഭാരതം സ്വാഗതം ചെയ്തു. അവർക്ക് പള്ളി പണിയാൻ വേണ്ടിയുള്ള സ്ഥലം കൊടുത്തു. ഒരു കുഴപ്പവുമില്ലാതെ ഇന്ത്യയിൽ ജീവിച്ചവർ, ഒരു കുഴപ്പവുമില്ലാതെ. പിന്നെ ഇസ്രായേൽ രാജ്യം ഒരു വികസിത രാഷ്ട്രമായപ്പോൾ അങ്ങോട്ട് അവരെ കൊണ്ടുപോയി. അതുപോലെ ഈ അബിൻ വർക്കിയെ BJPയിലേക്ക് ക്ഷണിച്ചിരിക്കുക. BJPയിൽ ഒരു കാര്യമുണ്ട്, മെറിറ്റോക്രസിയാണ് അതിലുള്ളത്. അല്ലാതെ കമ്മ്യൂണലിസം അല്ല, ജാതിയും മതവും നോക്കിക്കൊണ്ടല്ല അവർ ഭാരവാഹികളെ തീരുമാനിക്കുന്നത്. മെറിറ്റോക്രസി. നിങ്ങൾ മെറിറ്റുള്ള ആളാണെങ്കിൽ ഏത് ജാതിയിൽപ്പെട്ടവനായാലും മതത്തിൽപ്പെട്ടവനായാലും ശരി, നിങ്ങൾക്ക് ഉയരങ്ങളിലെത്താം. ആ മെറിറ്റ് നോക്കും, കുടുംബ പാരമ്പര്യം നോക്കിയിട്ടല്ല.
നിങ്ങൾ സ്തുതിപാഠകനാണോ എന്ന് നോക്കിയിട്ടല്ല അവിടെ തീരുമാനങ്ങൾ എടുക്കുക. കഴിവുണ്ടായിരിക്കണം. അതിന് ഉദാഹരണം ഈ അനൂപ് ആന്റണിയാണ്. അനൂപ് ആന്റണി തന്നെ അതിന് ഉദാഹരണമാണ്. അല്ല, എത്രയോ മന്ത്രിമാർ, അമിത്ഷാ അതിന് ഉദാഹരണമല്ലേ? നക്സലിസത്തിൻ്റെ കടപുഴക്കിയ ഏതൊരു ആഭ്യന്തരമന്ത്രിയുണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ട്? അഭിനവ് വൈഷ്ണവ് മോഹൻസ്വാണ്. റെയിൽവേ ഇത്ര ഉയരത്തിലെത്തിച്ച വേറെ ഏത് മന്ത്രിയുണ്ട്? നിർമ്മല സീതാരാമൻ. ഇന്ത്യയെ ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് കൺട്രി ഇൻ ദ വേൾഡ് ആക്കി മാറ്റിയ നിർമ്മല സീതാരാമൻ മോശമാണ്. ആരാ മോശം? ഇതിനെല്ലാം തലപ്പത്തിരിക്കുന്ന പിന്നാക്കക്കാരനായിട്ടുള്ള നരേന്ദ്രമോദി മോശമാണോ? അമേരിക്കയെ കൊണ്ട് മുട്ടുമടക്കിച്ച നരേന്ദ്രമോദി മോശമാണോ? ആരാ മോശമായിട്ടുള്ളതിനകത്ത്? ഒരൊറ്റയാളെങ്കിലും മോശമായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മുടെ സുരേഷ് ഗോപി മാത്രമാണ്. നടൻ്റെ ആ പരകായ പ്രവേശം ഇപ്പോഴും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിട്ടില്ല. അത് മാത്രമേ ഉള്ളൊരു ഒരു 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 സോർഡിഡ് സ്റ്റേറ്റിലുള്ളത്. സഹമന്ത്രി ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇത്രയും വലിയ നല്ല ശക്തമായിട്ടുള്ള ഒരു ക്യാബിനറ്റില്ലേ ഇത്രയും ഒരു കാര്യം. നമ്മളാ ഭീമനെ പോലെ നമ്മൾ ഭീമൻ രഘുവല്ലേ, ശക്തനായ ഒരാളിൻ്റെ ദേഹത്ത് ചെറിയ മുറിവ് വന്നാൽ തന്നെയും കരിഞ്ഞു പോയിക്കോളൂ. അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് ചികിത്സയൊന്നും വേണ്ട. ഇതിപ്പം വയസ്സായി പ്രായമായി ഡയബറ്റീസും ബാധിച്ച ആളാണെങ്കിൽ ചികിത്സ വേണ്ടി വരും. അല്ലെങ്കിൽ അത് മുറിവായിട്ട് ചിലപ്പോൾ കൈ തന്നെ മുറിച്ച് കളയേണ്ടി വരും അല്ലേ എന്ന് പറയുന്ന പോലെ. ഇത് പ്രശ്നമൊന്നുമില്ല, അയാൾ എന്തെങ്കിലും ആയിക്കോട്ടെ, അത്രയേ ഉള്ളൂ. കാരണം അയാളുടെ മുകളിലല്ല ഇതൊന്നും ഇരിക്കുന്നത്. ഇന്ത്യൻ എക്സ്പ്രസ്, ഞാൻ ഒരു ഉദാഹരണം പറയാം, പത്രക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷ. ഇന്ത്യൻ എക്സ്പ്രസ് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും എഡിഷനുള്ള പത്രമാണ്. ആ പത്രത്തിൽ താഴെ ഇങ്ങേറ്റത്തിരിക്കുന്ന സബ് എഡിറ്റർ വീക്കായെന്ന് പറഞ്ഞാൽ അവരൊന്നും ചെയ്യത്തില്ല. മനോരമ പോലെ അതിന് വേണ്ടിയിട്ട് അവനെ ടെസ്റ്റ് ചെയ്യുന്നു, അവനെ പറഞ്ഞു വിടുന്നു, അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. അവിടെ ഇരുന്നോട്ട് ഒരു ക്ലറിക്കൽ ജോലിയും ചെയ്തുകൊണ്ടിരുന്നോട്ട്. അതുപോലെയാണ് പിന്നെ നമ്മുടെ സ്ഥാപനം ഉണ്ടല്ലോ, ടാറ്റയുടെ IT ബിസിനസ് നടത്തുന്ന സ്ഥാപനം. ആ സ്ഥാപനത്തിലും ഇതുപോലെയാണ്. ഒരാളുടെ മറ്റെല്ലാവരും പെർഫോമൻസ് മോശമായി കഴിഞ്ഞാൽ അപ്പോൾ പുറത്താക്കും. ഇവിടെ പെർഫോമൻസ് പുറത്താക്കിയാലും കുഴപ്പമില്ല. കാരണം അല്ലാതെ തന്നെ ടാലൻറ്റ് പൂൾ ഇഷ്ടം പോലെ ഉണ്ട്. അവർ നോക്കിക്കോളും. ഇവരെ ബൈക്ക് ബെഞ്ചേഴ്സ് എന്ന് പറയും. അവരെ തന്നെ ഇരുത്തും, പ്രൊമോഷൻ കൊടുക്കുക, അവിടെ തന്നെ ഇരുത്തും, ശമ്പളം കിട്ടിക്കോളും, ജീവിച്ചു പോകും എന്ന് പറയുന്ന പോലെയാണ്. BJPക്ക് അതിനൊന്നും ഒരു പ്രശ്നമല്ല. മെറിറ്റുള്ളവർ മുകളിലുണ്ടെങ്കിൽ പ്രശ്നമല്ല. പക്ഷേ കോൺഗ്രസ്സിന് അത് വലിയ പ്രശ്നമാണ്. മലയാള മനോരമയ്ക്കും അത് വലിയ പ്രശ്നമാണ്. കാരണം മാതൃഭൂമിയെ തോൽപ്പിക്കാൻ വേണ്ടിയാണല്ലോ അവരുടെ ശ്രമം. ഒരാൾ മോശമായി വീക്കായി കഴിഞ്ഞാൽ മാതൃഭൂമിയേക്കാൾ നമുക്ക് സർക്കുലേഷൻ കൂടത്തില്ലെന്നുള്ള അതാണ് ആ ഒരു കോമ്പറ്റീഷൻ. അതാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കേന്ദ്ര ഗവൺമെൻറ്റിന് പ്രത്യേകിച്ച് ഇതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. സുരേഷ് ഗോപിക്ക് അങ്ങനെ പ്രൊമോഷൻ കൊടുക്കത്തില്ല. അത് തന്നെ ഇപ്പോൾ അല്ലെങ്കിൽ ക്യാബിനറ്റ് മന്ത്രി ആയിരുന്നതിന് മര്യാദയ്ക്ക് ഭരിച്ചിരുന്നെങ്കിൽ എനിക്കിത് വേണ്ടെന്നും പറഞ്ഞ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അവിടെ ചെന്ന് പറയല്ലേ. ഇതാണ് സംഭവം. അപ്പോൾ ഇദ്ദേഹം അനൂപ് ആൻ്റണി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അദ്ദേഹം ഒരു കൈ അങ്ങോട്ട് നീട്ടിയത് നല്ല കാര്യം തന്നെ. കൈ നീട്ടി ഞങ്ങൾ രക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ അനൂപ് ആൻ്റണിയുടെ അല്ല, അബിൻ വർക്കിയുടെ ഇനിയുള്ള കാലം വളരെ മോശമായി. മോശമാകാനുള്ള സാധ്യതയില്ല. ഷോൺ ജോർജ് ഉൾപ്പെടെ BJPയിലില്ലേ, ഷോൺ ജോർജ്, അതോടൊപ്പം തന്നെ അനിൽ ആന്റണി, പത്മജ വേണുഗോപാൽ, ഒരു വഴിയുണ്ട്. വഴിയിലേക്ക് അദ്ദേഹം പോകും തോന്നുന്നില്ല. കേരളത്തിൽ ഈ പിണറായി ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാനുള്ള പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാം. അപ്പം എനിക്ക് തോന്നുന്നു അനൂപ് ആൻ്റണി അബിൻ വർക്കി നിങ്ങൾ അനൂപ് ആൻ്റണിയുമായിട്ട് ചേർന്ന് ഒരുമിച്ച് ഒരു പട നയിക്കൂ. ഷോൺ ജോർജും ഒക്കെ ചേർന്നിട്ട് ഒരു പട നയിച്ച് പിണറായിക്ക് താഴെ ഇറക്കും. പിന്നെ വേണമെങ്കിൽ നിങ്ങൾ കോൺഗ്രസിലോട്ട് പോയിക്കോ. ഇതല്ല നമ്മളെന്ത് പറയാനാ? അങ്ങേരുടെ കാര്യം അങ്ങേരല്ലേ തീരുമാനിക്കേണ്ടത്. അങ്ങേര് ഉടനെയെങ്കിലും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ PS പ്രശാന്തിനെ പോലെ അന്തസ്സില്ലാത്ത ഒരു നേതാവാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ ഇദ്ദേഹം ഉണ്ടല്ലോ, ഒരു വാര്യർ, സന്ദീപ് വാര്യർ, ജയിലിൽ കിടക്കുന്ന വാര്യർ, സബ് ജയിലിൽ കിടക്കുന്ന വാര്യർ, അതുപോലൊരു വാര്യരൊന്നും അല്ല ഇയാൾ. അങ്ങനെ കുറച്ച് കൂറുള്ള ഒരു പ്രവർത്തകനാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അങ്ങനെ ഉടനെ ഒന്നും പോരാൻ സാധ്യതയില്ല. ഇങ്ങനെ സ്ഥാനത്തിന് വേണ്ടി അങ്ങനെ പോകാമല്ല. പുള്ളി അടിയുറച്ച കോൺഗ്രസ് സംസ്കാരമുള്ള ഒരാളാണെന്ന് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.